ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈഫ് വിത്ത് ദർശി. ഇന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം പറഞ്ഞാൽ ബസാള. അങ്ങനെ ഇന്നിപ്പോൾ ബസാലൻ്റെ പിണ്ടിയും ബസാലൻ്റെ കറിയും ആക്കാം. കുറച്ച് ഐറ്റം വേണ്ടി അങ്ങനെ പിളിപ്പിച്ച അങ്ങനെ ബസാല മെയിനായിട്ട് കറിക്ക് എന്തില്ല അങ്ങനെ ബസാല പിളിപ്പിച്ച. പിന്നെ ഒരു തീപ്പെട്ടിയില്ല, ഇപ്പോൾ തീപ്പെട്ടിയല്ല ഇതാകുന്നത് ചടിങ്കറായിട്ട് തോന്നും. പിന്നെ ഊതുബത്തി കാലിയിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റേ തിങ്കളാഴ്ച എൻ്റെ അമ്മേൻ്റെ ബർത്ത്ഡേ അങ്ങനെ എൻ്റെ ഇളയ പോകുന്ന നാട്ടിലൊക്കെ അങ്ങനെ ഒരു ചെറിയ ഡയറി എടുത്ത് അമ്മക്ക് പിന്നെ മുളക് പൊടി കാലിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഐറ്റം എടുത്തിട്ടാകുമ്പോൾ 9 rupees ഓഫർ തരുന്നു. അതിൽ 3 റോബസ്റ്റ് അതൊക്കെ എടുക്കാം. പിന്നെ ഇത് എന്ത് റവ കാലിയിട്ടുണ്ടെങ്കിൽ അല്ല ഇത് അരിപ്പൊടി, അതിന് പിന്നെ എണ്ണ കാലിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എണ്ണ പിളിപ്പിച്ച. പിന്നെ ഗോധിപ്പൊടി എന്താ വെച്ചില്ലെങ്കിൽ ഞാൻ പൂരിയാക്കാൻ പോകുമ്പോൾ ഗോധിപ്പൊടിയുടെ ഡಬ್ಬി താത്തക്ക് പിന്നെ എല്ലാ പൊടി വേസ്റ്റായി അങ്ങനെ ഗോധിപ്പൊടി പിളിപ്പിച്ച. പിന്നെ ഉപ്പ് കാലിന് മുന്നേ ഞാൻ പിളിപ്പിച്ചിട്ട് വെക്കുന്നു ഒരു പാക്കറ്റ് ഉപ്പ് കാലിന് പായലല്ലേ. അതിന് പിന്നെ ഷുഗർ പിളിപ്പിച്ച, ഷുഗർ കാലിട്ട് അതിന് പിന്നെ കുറച്ച് സജ്ജിക പിളിപ്പിച്ച. കഴിക്കുമ്പോൾ സജ്ജിക ആക്കി തിന്നാൻ. ഇത്രയും ഐറ്റം നമുക്ക് 700 rupees ആയി. ഇപ്പം എന്ത് കോസ്റ്റ്ലി അല്ല ഐറ്റം നമുക്കന്ന്. ഇതെന്ത് ചെല്ലെങ്കിൽ ഈ പ്രസാദ് നോക്കുമ്പോൾ ಗೊತ್ತಾയിരിക്കും അവിടുന്ന് ഇത് മന്ത്രാലയമാണ്. എൻ്റെ ഹസ്ബൻഡ് പോയിട്ടുണ്ടെങ്കിൽ മന്ത്രാലയം അവിടുന്ന് ഈ പ്രസാദം കിട്ടിയാൽ പിന്നെ ഒരു പാഡൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ബിറ്റോണെന്നില്ല ഉള്ളിൽ. പിന്നെ കടലമിഠായി പിന്നെ ലാഡു ഇതവിടെ ഉള്ളിൽ ബിറ്റോണെന്നില്ല അങ്ങനെ എടുത്തിട്ട് വന്നിനി. പിന്നെ ഇത് വെച്ചാൽ കർജൂര ഇത് പണ്ട് നമുക്ക് കുറഞ്ഞോണ്ടനി വണക്ക് കർജൂരല്ല പിന്നൊന്നും അതിന് പിന്നെ ഒരു ഇത് നല്ല സ്മെല്ലുണ്ട് ചെല്ലിട്ട് ഇത് കൊണ്ട് വന്നിട്ട് ഊതുബത്തി. പിന്നെ എന്ന് വെച്ചെങ്കിൽ ഞങ്ങളെ പരക്ക് ഒരാൾ വന്നേനി, അത് ആരെന്ന് കാണിക്കുന്ന നോക്കി, ഗുരു രാഘവേന്ദ്ര സ്വാമി. നനക്ക് പോകാനായിട്ടില്ല ആയെങ്കിൽ ഞങ്ങളെ പരക്ക് വട തന്നെ വന്നു. ഇതെന്ന് വെച്ചെങ്കിൽ 3 കളറിലേ ഉണ്ടു. മാത്രം അത് കണ്ണീർ മാത്രം തിന്നിട്ടാകുമ്പോൾ പണ്ട് ഞങ്ങൾക്ക് പൊപ്പ കുറഞ്ഞോണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമില്ല ഇത്. മാത്രം ഇത് തിന്നെങ്കിൽ നല്ലത്. മാത്രം തിന്നിട്ടാകുമ്പോൾ ബായെല്ലാം കണ്ണീർ പിടിച്ച വിലന്ന്. മാത്രം നല്ല സ്വീറ്റ് ഉണ്ടെങ്കിൽ ഞാനൊന്ന് ആ മെറൂൺ കളറിൻ്റെ ഒന്ന് തിന്ന നല്ല സ്വീറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ നോക്കി കാട്ടനല്ല ഇങ്ങനെ എരിയുന്നു. ഒന്ന് അതിനെ ഫയർ ആക്കണം, ഇല്ലെങ്കിൽ കാട്ട വന്നപ്പോൾ കൊടുക്കണം. ഇത് അങ്ങനെ എന്താക്കുന്നില്ല. ഇവിടെ നോക്കി ഈ പയ്യോ പുല്ല് ഉണ്ട്, പുല്ല് തിന്നില്ല, പ്ലാസ്റ്റിക് തിന്നോണ്ട് കാണുന്ന ഇടയിൽ പ്ലാസ്റ്റിക് തിന്നോണ്ടുണ്ട്. അപ്പം അതിൻ്റെ ബാക്കിലല്ലേ എത്ര പ്ലാസ്റ്റിക് ഇരിക്കല്ല, അതിലൊക്കെ അല്ലാതെ എഫക്റ്റ് എന്തല്ലേ. ഒന്ന് ആ പ്ലാസ്റ്റിക്കിന് അവിടെ തന്നെ കത്തിച്ചിട്ട് എറിഞ്ഞെങ്കിൽ അതിൻ്റെ ചെല്ലിങ് അത് പ്ലാസ്റ്റിക് തിന്നെന്ത് ചെല്ലിങ് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇരിക്കുന്നു തിന്നാനിരിക്കുന്നു ചെല്ലിട്ട് അതിൻ്റെ ടേസ്റ്റ് ഇത് ഇതാന്നല്ലേ അങ്ങനെ തിന്നുന്നില്ല. ആയെങ്കിൽ ആ പ്ലാസ്റ്റിക് അളക്കുന്നില്ല നോക്കൂ. അതിൻ്റെ ബാരിൽ എത്ര പ്ലാസ്റ്റിക് ഇരിക്കല്ല ഇന്ന് അവിടെ തന്നെ ബർണാക്കിങ് എന്താന്ന് അല്ലെങ്കിൽ ആരെയും കാട്ടത്തിട്ട് വന്നേ കൊടുക്കണം. അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിന് എരിയുന്നതിനി ನನക്ക് ಮಂತ್ರಾಲಯಕ್ಕೆ പോകാനായില്ലെങ്കോ ಮಂತ್ರಾಲಯ ಅಂದ್ರೆ ഗുരു രാഘവേന്ദ്ര ഞങ്ങളെ പരക്കാൻ്റെ വന്നു. ഇന്ന് ഫസ്റ്റ് എനിക്ക് ഇത് നോക്കിയിട്ട് ഞാൻ കുറേ നാൾ നിൽച്ചോണഞ്ഞ വലിയ ഗുരു രാഘവേന്ദ്രൻ്റെ ഫോട്ടോ കൊണ്ടുപോകണം. ഇന്നത് ഞങ്ങളെ പരക്കാൻ്റെ വന്ന് നിൽക്കാതെ ഇന്നലെ ജാവ് വന്നത്. ഇന്ന് ഞാനിവിടെ ഫോട്ടോ വെച്ചിട്ട് പൂജ ആക്കിയത്.